വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന അമ്മമാർക്കുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പം ഞാനൊക്കെ പണ്ട് ഡിസൈൻ ചെയ്തിട്ട് സെയിൽ ചെയ്യുന്ന സമയത്ത് എനിക്കിതിൻ്റെ റേറ്റ് കറക്റ്റാണോ ഞാൻ ഇട്ടതെന്നുള്ള കൺഫ്യൂഷൻ ഭയങ്കരമായിട്ട് ഉണ്ടാകുമായിരുന്നു കേട്ടോ. അതായത് റേറ്റ് കുറഞ്ഞു പോയോ ഇട്ടതെന്നുള്ളത്. അപ്പോൾ അതിനുശേഷം ഞാൻ കോസ്റ്റിങ്ങിനെ പറ്റി പഠിച്ച് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ലാഭം ഉണ്ടോ എന്നുള്ളതിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് കോസ്റ്റിംഗ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സാരിക്ക് നിങ്ങൾ റേറ്റ് ഇടേണ്ടതെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നിങ്ങൾക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ഓണം സീസൺ ആയതുകൊണ്ട് നമുക്കൊരു കേരള സാരിയുടെ റേറ്റ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തന്നെ സാരി എടുത്തിട്ട് ഞാൻ വർക്ക് ചെയ്തതാണ്, സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ ഞാൻ എങ്ങനെ ഇന്ന് റേറ്റ് ഇടുന്നതെന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത്, നമ്മൾ എടുക്കേണ്ട റേറ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റാണ് കേട്ടോ. മെറ്റീരിയൽ കോസ്റ്റ്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഞാനിപ്പോൾ ഇത് ലോക്കൽ പർച്ചേസിംഗ് ആണ് ചെയ്തത്, ദൂരം നിന്നൊന്നും പോയിട്ടില്ല. കാരണം എനിക്ക് വളരെ ചെറിയ തോതിലുള്ളൊരു ബിസിനസ്സാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കൊരു കുഞ്ഞുണ്ട്, 1.5 വയസ്സുള്ള കുഞ്ഞ്. അപ്പോൾ ആ കുഞ്ഞിനെ വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ നമ്മൾ സൂറത്തൊക്കെ പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ചെറിയ 1, 2, 3 പീസൊക്കെ എടുത്ത് ചെയ്യില്ലെങ്കിൽ ഒരു 10, 15 പീസൊക്കെ എടുത്ത് ചെയ്യുന്നതിന് നമുക്ക് എപ്പോഴും ലോക്കൽ പർച്ചേസിംഗ് ആണ് ബെസ്റ്റ്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റേറ്റ് വ്യത്യാസം കിട്ടില്ല. അപ്പോൾ ഈ ഒരു സാരിക്ക് ഞാൻ കൊടുത്തേക്കുന്ന റേറ്റ് 600 ആണ് കേട്ടോ. അപ്പോൾ 600 ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ ആഡ് ചെയ്യേണ്ടത് റോ മെറ്റീരിയൽ കോസ്റ്റ് ആണ് കേട്ടോ. റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തേക്കുന്ന ഈ ത്രെഡാണ് കേട്ടോ. ത്രെഡുകൾ ഇപ്പം ഞാൻ ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം 2 കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 2 കളർ ത്രെഡ്, അതായത് സെറി ത്രെഡും ഗോൾഡൻ സെറി ത്രെഡും റെഡ് കളർ ത്രെഡും. അപ്പോൾ ഈ 2 ത്രെഡിൻ്റെയും റേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ എനിക്കാകെ 2 ത്രെഡ് മാത്രമേ വേണ്ടി വന്നുള്ളൂ. അപ്പോൾ ഒരു ത്രെഡിന് 30, സെറിക്കും അതുപോലെ തന്നെ ഗോൾഡനും കൂടി ചേർത്തിട്ട് 30 റുപ്പീസാണ് ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, 60 റുപ്പീസാണ് വന്നേക്കുന്നത്. പിന്നെ അത് പോരാത്തതിന് അതിൻ്റെ അടിയിൽ ഇതിപ്പോൾ മേലെ ഇടുന്ന ത്രെഡാണ്, പക്ഷേ ബോബിൻ കേസ് ത്രെഡ് കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. അത് ഞാൻ ബൾക്കായിട്ട് മേടിച്ചിട്ടുള്ളതിനെ കൊണ്ട് ഒരു 50 ആണ് ഞാനത് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വന്നു, റോ മെറ്റീരിയൽ കോസ്റ്റ് വന്നു. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് വർക്കേഴ്സിൻ്റെ കോസ്റ്റാണ്. വർക്കേഴ്സ് കോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ വർക്ക് എന്ന് പറയുന്ന ആൾ ഞാൻ തന്നെയാണ്. ഞാൻ എൻ്റെ ഫ്രീ ടൈമിൽ ഇരുന്ന് ചെയ്തിട്ടാണ് ഇത് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വേറൊരാൾക്ക് കൊടുത്തിട്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണ് നിങ്ങൾ വേറെ ആൾക്ക് കൊടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് നിങ്ങൾ പീസ് റേറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ആ റേറ്റാണ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ പറഞ്ഞു കൊടുത്തേക്കുന്നതിനകത്ത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് വേറെ ഒന്നും ചെയ്ത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ എത്രയാണോ സ്പെൻഡ് ചെയ്തേക്കുന്നത് അത് മാത്രം കൊടുത്താൽ മതി. അപ്പം ഞാൻ തന്നെ വർക്ക് ചെയ്യുന്നതിനെ കൊണ്ട് ഞാൻ എങ്ങനെയാണ് റേറ്റ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു മണിക്കൂറിനാണ് ഞാൻ റേറ്റ് ഇടുന്നത്. ഒരിക്കലും ഞാൻ എൻ്റെ ഡിസൈനിനല്ല റേറ്റ് കൊടുക്കുന്നത്. എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ ആണെങ്കിലും ശരി, സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണെങ്കിലും ശരി, നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം നിങ്ങൾ ഒരു മണിക്കൂറിൽ എത്ര ഡിസൈൻ ചെയ്യുന്നു നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ റേറ്റ് ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിരിക്കുക. അപ്പം ഞാൻ ഇതിനകത്ത് ആകെ 6 മോട്ടീഫേ വന്നിട്ടുള്ളൂ. ഈ ഡിസൈന് പറയുന്ന വേറൊരു പേരാണ് മോട്ടീഫ് എന്ന് കേട്ടോ. ഒരു ദിവസം ഞാൻ ആകെ 3 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ വർക്ക് ചെയ്യുന്നതിനെ കൊണ്ട് ഞാൻ എൻ്റെ 1 മണിക്കൂറിന് ഇട്ടിരിക്കുന്ന റേറ്റ് 100 രൂപയാണ്. ഓക്കെ, ഞാൻ ഈ ഒരു സാരി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 ദിവസം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 1 മണിക്കൂറിന് ഞാൻ 100 രൂപയാണ് ഇട്ടിരിക്കുന്നത്. അത് തന്നെ ഞാൻ ഒരു ദിവസം 3 മണിക്കൂറോളം ചെയ്യും. അതുകൊണ്ട് ഒരു ദിവസത്തേക്ക് എൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 300 രൂപയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി ഈ 300 എന്ന് പറയുന്നത് എൻ്റെ ഒരു ദിവസത്തെ കോസ്റ്റാണ് കേട്ടോ, പെർ ഡേൻ്റെയാണേ. ഇനി ഞാൻ ഈ ഒരു ഡിസൈൻ, അതായത് ഈ ഒരു സാരി കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ 3 ഡേയ്സ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 300 × 3 300 രൂപേനെ 3 ദിവസം കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 900 കിട്ടും. സോ എൻ്റെ വർക്ക്, ഞാൻ ഈ സാരിക്ക് വേണ്ടി വർക്ക് ചെയ്തതിൻ്റെ കോസ്റ്റാണ് ഈ 900 വരുന്നത് കേട്ടോ.
പിന്നെ ഞാൻ ഇതിനകത്ത് ഓൾറെഡി ഈ ഒരു പെർ ഡേ 100 എന്നുള്ളതിനകത്ത് കറണ്ട് ബില്ല് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു മണിക്കൂറിന് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളതല്ലേ, അതുകൊണ്ട് അതിന് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 5-6 രൂപയെ ഒരു മണിക്കൂറിന് വരുള്ളൂ. അപ്പോൾ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 20-30 രൂപയൊക്കെ ഒരു ദിവസം നമുക്ക് എന്തിൽ ആഡ് ചെയ്ത് വരുള്ളൂ, ഇലക്ട്രിസിറ്റി ബില്ല് ആഡ് ചെയ്ത് വരുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് ഈ 100 എന്നുള്ളതിനകത്ത് ഇലക്ട്രിസിറ്റിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇത്രയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായതെന്ന് പറയാനുള്ളത്. അപ്പം നമുക്ക് ചിലവായ കോസ്റ്റ് എത്ര വരുന്നത് നോക്കാം. ആദ്യം മെറ്റീരിയൽ കോസ്റ്റ് 600, അതിൻ്റെ കൂടെ 120 വരുന്നത് മെറ്റീരിയൽ കോസ്റ്റ്, റോ മെറ്റീരിയൽ കോസ്റ്റാണ്. പിന്നെ വരുന്നത് 900 ആണ്, അത് നമ്മുടെ വർക്കിൻ്റെ കോസ്റ്റാണ്. വർക്ക് പ്ലസ് ഇലക്ട്രിസിറ്റീൻ്റെ റേറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയണത് അല്ലേ 9, 10, 16 ഓക്കെ 1620 രൂപയാണ് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ എനർജി ആയിട്ടും എൻ്റെ കയ്യിലുള്ള ക്യാഷായിട്ടും ഒക്കെ ചിലവായത് മൊത്തത്തിൽ 1620 രൂപയാണ്. അപ്പോൾ സാധാരണ നമ്മൾ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ചെയ്യുന്നവർ നേരെ ഈ ഒരു റേറ്റ് ഇട്ടിട്ട് അങ്ങോട്ട് സെയിൽ ചെയ്യും. കാരണം വർക്ക് ചെയ്തത് ഞാനാണല്ലോ, അപ്പോൾ ഈ പൈസ എനിക്ക് എന്തായാലും കിട്ടും എന്ന് പറഞ്ഞിട്ട് ഈ ഒരു റേറ്റ് ഇട്ട് നിങ്ങൾ സെയിൽ ചെയ്യും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മറക്കരുത്. കാരണം ഇതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ ലാഭം ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അതായത് ഇത് മുഴുവൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവായ നിങ്ങളെ പൈസയായിട്ടും എനർജി ആയിട്ടും ചിലവായ അതിൻ്റെ റേറ്റാണ് ഈ കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ലാഭം ആഡ് ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾ ഇതിൻ്റെ കൂടെ ലാഭം ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന 1620 രൂപയുടെ എത്രയെങ്കിലും ഒരു പെർസെൻറ്റേജ്, ഇപ്പം ഞാൻ ഇതിനകത്ത് എന്തായാലും പൊതുവേ ഞാനൊരു 20% ആണ് എപ്പോഴും ആഡ് ചെയ്യാറുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ഭയങ്കര അടിപൊളിയാണ്, നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് 50% ആഡ് ചെയ്തോ. ഓക്കെ, ഇല്ലെങ്കിൽ ഒരു 75% ആഡ് ചെയ്തോ, എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു 1620 രൂപയുടെ 20% കൂടെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് കിട്ടുന്ന റേറ്റ് എത്രയാണോ അതാണ് ഞാൻ സെയിൽ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, സമാധാനത്തോടെ ഇത് കൊടുക്കാം. നമുക്കിതിനകത്ത് ഒരിക്കലും നഷ്ടം വരുന്നില്ല, ഒരിക്കലും നഷ്ടം വരുന്നില്ല. നമുക്ക് ഒരുപാട് ലാഭവും നമ്മൾ എടുക്കുന്നില്ല. ഈ ഒരു 20% വരുന്നതിനെ കൊണ്ട് ഒരുപാട് ലാഭവും നമുക്ക് വരുന്നില്ല. ഇതിലിപ്പോൾ ഈ 900 എന്ന് പറയുന്നത് ഞാൻ തന്നെ ചെയ്യുന്നത് കൊണ്ടാണ് ഇതെനിക്ക് വരുന്നത്. ഇതിപ്പോൾ ഞാനത് പുറത്ത് കൊടുത്താണ് ചെയ്യിക്കുന്നെങ്കിൽ ഇത് ഞാൻ പുറത്ത് കൊടുക്കേണ്ട ക്യാഷാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഈ ഒരു 20% മാത്രമേ നമുക്ക് ലാഭമായിട്ട് വരുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റേറ്റ് ഉണ്ടത്. ഞാൻ ഈ 20% ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കാണിക്കാം. 1620ൻ്റെ 20% എന്ന് പറയണത് 320 രൂപയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു 320 കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 1940 രൂപയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 1940 ഞാൻ അതിൻ്റെ കൂടെ ട്രാൻസ്പോർട്ടേഷൻ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ പോയി സാധനം മേടിച്ച് വരുന്നതിൻ്റെ ഒരു ചെറിയൊരു എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യണ്ടേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ 1999 എന്ന് കൊടുക്കാം. ഓക്കെ, ഇങ്ങനൊരു റേറ്റ് നിങ്ങൾ ഇടുന്നതിനെ കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി +1 1 രൂപ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2000 ആകും അല്ലേ. ഈ ഒരു 1999 എന്നുള്ളത് ശരിക്കും ഒരു സൈക്കോളജിക്കൽ മൂവാണ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഇതിനകത്ത് നോക്കുമ്പോൾ ഈ 1000 മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുക. ഈ 999 എന്ന് പറയുന്നത് 1000 പിന്നെ കുറച്ച് ചില്ലറയും അങ്ങനെയാണ് വരിക. ആ നേരത്തെ ഇവിടെ 2000 എന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ അതിന് 2000 രൂപ എന്ന് പറയും. അതുകൊണ്ട് തന്നെ കസ്റ്റമർ വാങ്ങാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഒരു കോസ്റ്റിങ്ങിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ നോക്കുക, ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൈസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം വരിക എന്നുള്ളൊരു ഡൗട്ടേ വേണ്ട. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. താങ്ക് യു ഓൾ.